നിങ്ങൾക്ക് സ്നേഹമില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് എന്നാണ് അറിയാൻ വയ്യാത്തത്. നിങ്ങൾ വെറും ഫലപ്രതീക്ഷ മാത്രം സൂക്ഷിച്ചുകൊണ്ട് പോയാൽ നിങ്ങളുടെ ജീവന് എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഞാൻ അതൊന്നും അല്ല നിങ്ങളോട് പറയുന്നതെന്ന് എന്നും പറയാറുണ്ട്. ചിലർക്കതൊന്നും മനസ്സിലാകും, ചിലർക്കൊട്ടും മനസ്സിലാകില്ല. മേനോൻ സാറ് ഇവിടെ വന്നപ്പോൾ ഒരു 2-4 തവണ വന്നതിന് ശേഷം ഒരു സത്യമായ വഴിയാണ് ഇത്. വളരെ പേര് ഇവിടെ വന്ന് എൻ്റെ കൂടെ നിന്നവരുണ്ട്. അവർക്കിത് കാണാൻ കഴിഞ്ഞില്ല. 1-2 മാസം ഇവിടെ താമസിച്ചപ്പോഴേ ഇത് മൊത്തം മനസ്സിലാക്കി. അപ്പൊ ആ നിലയെ കഷ്ടപ്പെട്ട് ജീവിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. ആ കഷ്ടപ്പാടിന്റെ ഫലവും കിട്ടി. പക്ഷെ അതൊന്നും 4 കാശിനും കൊള്ളാത്തതാണെന്നാണ് പറഞ്ഞത്. ഇത് കാലാകാലങ്ങൾക്കായിട്ട് വന്നുപോയ തെറ്റ് ആർക്കും തിരിച്ചു മാറ്റാൻ കഴിയാത്തതുകൊണ്ട് ഈ തെറ്റിന്റെ ഭാഗങ്ങളെല്ലാം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. ഇത് ഏറ്റെടുക്കുമ്പോൾ ഈ ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് എന്തെല്ലാം ക്ലേശങ്ങളും വിഷമങ്ങളും പരാതി അതുപോലെയുള്ള ചീത്ത വിചാരങ്ങളുടെ സന്താനങ്ങൾ എന്തെല്ലാം ചെയ്യില്ല. ഇതൊക്കെ നിങ്ങളുടെ മുൻപിലെ സത്യമല്ലേ? നിങ്ങൾക്കത് മനസ്സിലായ? ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു 10,000-15,000 കൊല്ലത്തിന് അകലത്തിൽ വന്നിരിക്കുന്ന ഒരു ഗുരുപരമ്പരയെ പിടിക്കുമ്പോൾ ആ ഗുരുപരമ്പരയുടെ ചീത്തയും നല്ലതും ഇങ്ങോട്ട് വന്നടുക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാവില്ല. അല്ല, നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഗുരുപൂജ ചെയ്യുന്ന ഒരു ഗുരുവിനെ പൂജ, അതൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നും ഇപ്പം എൻ്റെ ഗുരുവായ ഒരാളുണ്ടെങ്കിൽ ആ ഗുരു നിന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി കയറ്റി നിർത്തിയിട്ടേ എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് ആർക്ക് മനസ്സിലാവും? ഞാൻ വിശ്വസിച്ചതുണ്ടെങ്കിൽ അതിനൊരു മുന്നേറ്റം കൊടുത്തിട്ടേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കൂ. ഇത് നിങ്ങൾക്കറിയേയില്ല. ഇങ്ങനെ ഏതെല്ലാം ഞാൻ പൂജിക്കുകയും ആരാധിക്കുകയും സങ്കല്പിക്കുകയും ചെയ്ത ജന്മജന്മങ്ങളായിട്ട് വന്നിട്ടുള്ള സകലതിനും ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്, ഈ വാക്ക് തെറ്റിക്കരുതേ.